യെസ്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ചാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ്. ഒരു കോൺട്രാക്ടിനെ നമുക്ക് മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫസ്റ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി. അതായത് ഒരു എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിലെത്തി, ഒരു എഗ്രിമെന്റിലെത്തി എന്ന് വെക്കാം. അതിനെ ഇപ്പോ അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജസ്റ്റിസ് നടന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ജസ്റ്റിസ് നേടിക്കൊടുക്കാൻ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. കോടതിക്ക് ഇടപെടാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് എൻഫോഴ്സിബിൾ. അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിലി സ്റ്റഡി. അപ്പോൾ ഫസ്റ്റ് way of classifying a contract is on the basis of enforceability. Second is on the basis of formation. And third one is on the basis of performance. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി എന്താന്ന് നോക്കാം. ദാറ്റ് ഈസ് ഈ ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റ് അത് കോടതിയിൽ എൻഫോഴ്സിബിൾ ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. ഓക്കെ, സോ സേ കോൺട്രാക്ട്. ആദ്യത്തെ ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി നമ്മൾ ആദ്യം കോൺട്രാക്ട് എന്ന രീതിയിൽ ഒരു എഗ്രിമെന്റ് വിച്ച് ഇസ് എൻഫോഴ്സിബിൾ ബൈ ലോ is known as a contract. ഓക്കെ, അപ്പൊ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഇപ്പൊ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ നോക്കി. എഗ്രിമെന്റ് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ് ഉണ്ടാവണം, അല്ലെ? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. ഇനി ഈ എഗ്രിമെന്റിന് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ കോൺട്രാക്ട്. സോ കോൺട്രാക്ട് ഈസ് ഈക്വൽ ടു എഗ്രിമെന്റ് പ്ലസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീപ്പിലായിട്ട് പോകുന്നില്ല, ലീഗൽ എൻഫോഴ്സിബിലിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആക്ച്വലി ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെന്റ്സ്, ബട്ട് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. ഒരു ഓഫറും അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ എഗ്രിമെന്റ് ആയി. ഓക്കെ, അതിന്റെ കൂടെ ലീഗൽ എൻഫോഴ്സിബിലിറ്റിയും കൂടി ഉണ്ടെങ്കിലാണ് കോൺട്രാക്ട് ആയി മാറുന്നത്. ഓക്കെ, അപ്പൊ ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ എന്തൊക്കെയാണ് എസെൻഷ്യൽ കാര്യങ്ങൾ, എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒരു കോൺട്രാക്ട് ആവണമെങ്കിൽ ആദ്യം തന്നെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്തായാലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അതൊരു എഗ്രിമെന്റ് ആവുള്ളൂ. എഗ്രിമെന്റ് ആയെങ്കിൽ മാത്രമേ അതൊരു കോൺട്രാക്റ്റിലേക്ക് എൻഫോഴ്സിബിലിറ്റി വെച്ച് മാറ്റാൻ പറ്റുള്ളൂ. സോ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്തായാലും നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സ് റിക്വയർഡ് ഫോർ എ കോൺട്രാക്ട് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അത് നിങ്ങൾക്ക് അറിയാലോ. അതേപോലെ തന്നെ ഫ്രീ കൺസെന്റ് നിർബന്ധമാണ്. അതായത് ഇപ്പോ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തുകയാണ്. ഈ ബിനെ പ്രഷർ ചെയ്തിട്ട് ആ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അയാളുടെ ഫ്രീ കൺസെന്റ് വേണം. അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ പ്രഷർ ചെയ്തിട്ടോ ആയിരിക്കരുത് ആ ബിനെ അഗ്രിമെന്റിലേക്ക് എത്തിക്കുന്നത്, ദാറ്റ് ഇസ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് ഫ്രീ കൺസെന്റ്. അതേപോലെ തന്നെ മൂന്നാമത്തെ ലോഫുൾ കൺസിഡറേഷൻ. അതായത് ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പോ എ സെൽ സംതിങ് ടു ബി, ഇൻ റിട്ടേൺ ബി എക്ക് എന്തെങ്കിലും കൊടുക്കണം. അതിനാണ് നമ്മൾ കൺസിഡറേഷൻ പറയുന്നത്. അത് ക്യാഷ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ചേഞ്ച് ആവാം. ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനം എപ്പോഴും ലീഗലി ലോഫുൾ ആയിരിക്കണം, അല്ലാതെ അൺലോഫുൾ ആയിരിക്കാൻ പാടില്ല. ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവേണ്ടത്. ഓക്കെ, പിന്നെ അടുത്ത ഒരു എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് കോമ്പീറ്റന്റ് പാർട്ടീസിനാണ്. കോമ്പീറ്റന്റ് പാർട്ടീസ് അതായത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്കാർ അവര് മൈനർ ആയിരിക്കാൻ പാടില്ല എന്ന് കണ്ടീഷൻ ഉണ്ട്. 18 വയസ്സിനുള്ള താഴെയുള്ള ആൾക്കാർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അതേപോലെ സൗണ്ട് മൈൻഡിലായിരിക്കണം. മെന്റൽ പേഷ്യൻസിനൊന്നും ഒരു കമ്പീറ്റന്റ് പാർട്ടി ആയിട്ട് പറ്റില്ല. അപ്പൊ ഇഫ് എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്, അതില് ബോത്ത് ഷുഡ് ബി
കോമ്പിറ്റന്റ് പാർട്ടീസ്, അതിൽ ഒരാൾ മൈനർ ആയെങ്കിൽ പറ്റില്ല, അതേമാതിരി ഒരാൾ മെന്റലി എന്തെങ്കിലും ഒരു മെന്റൽ അസുഖമുള്ള ആൾക്കാർ, ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിയൊന്നും ഇല്ലാത്ത ആള്, അങ്ങനെ ആൾക്കാർക്കും ഇത് പറ്റില്ല. അതേപോലെ നമ്മുടെ ഏതെങ്കിലും ഒരു രാജ്യമാണെങ്കിൽ അതിന്റെ എനിമി നേഷൻ വരുന്ന ആളിന് ചിലപ്പോൾ കോൺട്രാക്ട് ഏർപ്പെടാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്നും അല്ലാതെ കോമ്പീറ്റന്റ് പാർട്ടീസ് ആവണം എന്നുള്ളതാണ് വേറൊരു റിക്വയർമെന്റ്. പിന്നെ ഒരു കോൺട്രാക്ടിന് വേണ്ട എസെൻഷ്യൽ എലമെന്റ് എന്ന് പറയുന്നത് ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. ലോഫുൾ ഒബ്ജക്ട് എന്ന് പറഞ്ഞാല് എന്താ ഒബ്ജക്ട് എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്? അതായത് ലക്ഷ്യം, ആ കോൺട്രാക്ടിന്റെ ലക്ഷ്യം. ഇപ്പൊ ഒരു എ എന്ന് പറഞ്ഞ ഒരാള് ബി ആയിട്ടൊരു കോൺട്രാക്റ്റിൽ എത്തുകയാണ്, അയാൾക്ക് ഇത്ര രൂപ കൊടുക്കാം. സി എന്ന് പറഞ്ഞ ആളിനെ കിൽ ചെയ്യണം എന്ന് പറയും, കൊലപാതകം ചെയ്യണം. അപ്പൊ ദാറ്റ് ഈസ് നെവർ എ ലോഫുൾ ഒബ്ജക്റ്റ്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും ഒരു കോൺട്രാക്ട് ആയിട്ട് വരില്ല. ഇതാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ. ചെറിയൊരു ഉദാഹരണത്തിന് ഇപ്പോ എ സെൽസ് എ കാർ ടു ബി ഫോർ 15 lakh rupees. അതൊരു എന്താണ്, സി എ എന്ന് പറഞ്ഞ ആള് ബിക്ക് കാർ സെല് ചെയ്യുന്നു, എമൗണ്ട് ഈസ് ഓൾസോ 5 lakhs. ഇത് നോർമൽ ഒരു ഓൾ കണ്ടീഷൻസ് സാറ്റിസ്ഫൈസ് എ വാലിഡ് കോൺട്രാക്ട് അല്ലെ. ഇനി എ ഇൻവൈറ്റ്സ് ബി ഫോർ എ ഡിന്നർ, ഒരു ഡിന്നറിന് ക്ഷണിക്കുകയാണ്. അതൊരു കോൺട്രാക്ട് ആവോ? ബിക്കോസ് അതിനൊരു ലീഗൽ ഇന്റൻഷൻ ഇല്ല അല്ലെ. അതിപ്പോ നെവർ ബിക്കംസ് എ കോൺട്രാക്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് എൻഫോഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി പറയാനുള്ളത്. ഇനി അടുത്തതാണ് വോയിഡ് എഗ്രിമെന്റ്. നമ്മൾ കോൺട്രാക്ട് നോക്കി അല്ലെ. ലോ എൻഫോഴ്സിബിലിറ്റിയിൽ ആദ്യത്തെ നമുക്ക് കോൺട്രാക്ട് എന്ന് പറയാൻ പറ്റും ഒരു ക്ലാസിഫിക്കേഷനിൽ. രണ്ടാമത് വരുന്നത് വോയിഡ് എഗ്രിമെന്റ്. അതായത് ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റ് വെൻ ഇറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. ഓക്കെ, നമുക്കൊരു കോടതിയിലേക്ക് ആ എഗ്രിമെന്റിനെ കൊണ്ടുപോകാൻ പറ്റില്ല, കോടതി സ്വീകരിക്കില്ല. അങ്ങനെയുള്ള എഗ്രിമെന്റ് എല്ലാം ഈസ് നോൺ ആസ് വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഇൻവാലിഡ് ഫ്രം ദ ബിഗിനിങ്. അത് എപ്പോഴാണോ ആ ഒരു എഗ്രിമെന്റ് രൂപീകരിക്കപ്പെടുന്നത് അപ്പം മുതൽ തന്നെ അത് ഇൻവാലിഡ്. അതിന് നമ്മൾ പറയുന്ന ടേം ആണ് വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ. ദാറ്റ് ഈസ് ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻവാലിഡ് ഫ്രം ദ ബിഗിനിങ്. അതിന് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിലേക്ക് മാറ്റാൻ കഴിയില്ല. അത് എന്തുകൊണ്ടായിരിക്കും വോയിഡ്? ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞ എസെൻഷ്യൽ എലിമെന്റ്സ് ആർ മിസ്സിംഗ്. ഓക്കെ, എഗ്രിമെന്റ് വിത്ത് മൈനർ ആവാം, അല്ലെങ്കിൽ എഗ്രിമെന്റ് വിത്തൗട്ട് പ്രോപ്പർ കൺസിഡറേഷൻ ആവാം, അല്ലെങ്കിൽ ഒബ്ജക്ട് വന്നിട്ട് ഇല്ലീഗൽ ആവാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ കുറെ എസെൻഷ്യൽ എലിമെന്റ്സ് ഓഫ് എ കോൺട്രാക്ട്. അത് ആദ്യം തൊട്ട് മിസ്സിംഗ് ആവുന്ന എഗ്രിമെന്റ്സിനാണ് നമ്മൾ വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻവാലിഡ് ഫ്രം ദ ബിഗിനിങ്. വോയിഡ് അബ് ഇനീഷ്യോ എന്ന ടേമാണ് അതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഉദാഹരണം, എ എൻറ്റേഴ്സ് ആൻ അഗ്രിമെന്റ് വിത്ത് ബി. ഈ ബി എന്ന് പറഞ്ഞ ആൾക്ക് 15 വയസ്സേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഈ ആൾ കോമ്പറ്റന്റ് അല്ല, ഒരു ഹിസ് എ മൈനർ. സോ ദാറ്റ് ബിക്കംസ് എ വോയിഡ് എഗ്രിമെന്റ്. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ഇൻവാലിഡ് ഫ്രം ദ വെരി ബിഗിനിങ്. അങ്ങനെ വരുമ്പോൾ അതിന് ഒരു തരത്തിലുള്ള ലീഗൽ റെമഡിയും കിട്ടില്ല. ഇപ്പോ അതിൽ ഏതെങ്കിലും പാർട്ടീസ് അവർക്ക് ജസ്റ്റിസ് സെർവ് ചെയ്തില്ല എന്ന് കണ്ടാൽ അവർക്ക് അത് കോടതിയിൽ പോയിട്ട് ജസ്റ്റിസ് നേടിയെടുക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ വോയിഡ് എഗ്രിമെന്റ്. ഓക്കെ, സോ നോ റൈറ്റ്സ് കോർട്ട് വിൽ നോട്ട് ഹെൽപ്പ്. ഇനി അടുത്ത നമുക്ക് നോക്കാവുന്നതാണ് വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് അതിലെങ്ങനെയാണെന്ന് വെച്ചാല് എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടുകയാണ്. ഓക്കെ, പക്ഷെ ബി ആ കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാല് എ ബിനെ ത്രെട്ടൺ ചെയ്തു, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ വെച്ച് ത്രെട്ടൺ ചെയ്തു, ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നിന്നെ കൊല്ലും, തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ത്രെട്ടൺ ചെയ്തിട്ടാണ് ബി അങ്ങനെ ഒരു കോൺട്രാക്റ്റിലേക്ക് എഗ്രി ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോ ആ കോൺട്രാക്ട് ഇസ് വാലിഡ്. പക്ഷെ ബിക്ക് ഓപ്ഷൻ കിട്ടും. ബിക്ക് ഒന്നില്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ കോൺട്രാക്ട് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഒരാൾക്ക് മാത്രം ആ ഒരു ഓപ്ഷൻ വരും. ആരെയാണോ ഈ രീതിയിൽ ത്രെട്ടൺ ചെയ്യുക, അല്ലെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഫ്രോഡ് ചെയ്തിട്ടോ, ചീറ്റിംഗ് ചെയ്തിട്ടോ ഒരാളിനെ പറ്റിച്ചുകൊണ്ടാണ് ആ കോൺട്രാക്റ്റിലേക്ക് എത്തിക്കുന്നെങ്കിൽ ആരാണോ അഫക്റ്റഡ് പേഴ്സൺ അയാൾക്ക് തീരുമാനം എടുക്കാം ഈ പറയുന്ന ഈ കോൺട്രാക്റ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണോ അതോ ക്യാൻസൽ ചെയ്യണോ. സോ until it is cancelled, it remains valid.
ഇതിനാണ് നമുക്ക് വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻഫോഴ്സിബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് വൺ പാർട്ടി ബട്ട് നോട്ട് അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ അതർ. ദാറ്റ് ഈസ് അഫക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണ് തീരുമാനമെടുക്കാം, മറ്റേ ആൾക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതിനാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് വോയിഡ് കോൺട്രാക്ട്. അതായത് അങ്ങനെയുള്ള പെർട്ടിക്കുലർ കോൺട്രാക്ട് ആദ്യം വാലിഡ് ആയിരിക്കും, ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് വോയിഡ്. ഉദാഹരണം പറഞ്ഞാൽ അതെന്തുകൊണ്ടാ വെച്ചാൽ അത് പിന്നീട് ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയെ ഇല്ലാതായി മാറുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു സിംഗർ ഒരു പെർട്ടിക്കുലർ ഏജൻസി ആയിട്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് എത്തി, അയാൾ പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. ലേറ്റർ ഓൺ അയാൾക്ക് എന്തൊരു അസുഖം വന്നിട്ട് അയാളുടെ സൗണ്ട് മുഴുവൻ പോയി നോക്കാം. അപ്പൊ നമുക്കവിടെ ആ ഒരു കോൺട്രാക്ട് അയാൾക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. ദാറ്റ് ഇസ് അതാണ് നമ്മൾ ആ ടൈപ്പ് കോൺട്രാക്ട്സിനാണ് വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് പിന്നീട് വരും. ആദ്യം നമ്മൾ ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ കോൺട്രാക്ട് വോയിഡ് ആയിരിക്കും, ബട്ട് ഡ്യൂ ടു സം അൺസീൻ റീസൺസ് അത് ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് ഇമ്പോസിബിൾ ടു പെർഫോം ദാറ്റ് കോൺട്രാക്ട്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ വോയിഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വോയിഡ് എഗ്രിമെന്റും വോയിഡ് കോൺട്രാക്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വോയിഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻവാലിഡ് ഫ്രം ദ സ്റ്റാർട്ട് ഇറ്റ് സെൽഫ്. ഓക്കെ, പക്ഷെ വോയിഡ് കോൺട്രാക്ട് പറഞ്ഞാൽ ഇത് ആദ്യം വാലിഡ് ആയിരിക്കും, പിന്നീട് ഇറ്റ് ബിക്കംസ് ഇൻവാലിഡ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്. എൻഫോഴ്സിബിൾ കോൺട്രാക്ട്, അതായത് അത് കോൺട്രാക്ട് ഒക്കെ വാലിഡ് ആണ്, പക്ഷെ ചില ടെക്നിക്കൽ ഡിഫക്ട്സ് കൊണ്ട് അത് കോടതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ചില ലീഗൽ ഫോർമാലിറ്റീസ് അതിൽ പെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ മിസ്സിംഗ് ഉണ്ടാവും. അത് അങ്ങനത്തെ ഒരിക്കലും ഇല്ലീഗൽ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പ്രോമിസറി നോട്ട് ഉണ്ടാവും. ആ പ്രോമിസറി നോട്ട് എന്തിനാണ് സാധാരണ ഉപയോഗിക്കുന്നത്? ദാറ്റ് ഈസ് അതിൽ ഇന്ന ആൾക്ക് ഇത്ര റേറ്റിൽ ഇത്ര പൈസ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ പ്രോമിസ് നോട്ടാണ്. അത് ദാറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ്. ചിലപ്പോൾ അതിൽ പ്രോപ്പർ സ്റ്റാമ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റാമ്പിന്റെ അണ്ടർ വാല്യൂഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രോപ്പർ സ്റ്റാമ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആയതിനുള്ള ഫൈനൊക്കെ അടച്ചായിട്ട് ലേറ്റർ ഓൺ അത് കോടതി അക്സെപ്റ്റ് ചെയ്യുന്ന മാതിരി നമുക്ക് എൻഫോഴ്സിബിൾ ആക്കാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻഫോഴ്സിബിൾ. അതൊരു ഇല്ലീഗൽ അല്ല. The only thing is that some legal formalities are missing or just incomplete, not illegal. Okay, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ തരത്തിലുള്ള അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇല്ലീഗൽ എഗ്രിമെന്റ് എന്താണെന്ന് നമ്മൾ നോക്കാം. 6th one is illegal agreement. ഇല്ലീഗൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒബ്ജക്ട് അല്ലെങ്കിൽ കൺസിഡറേഷൻ, ഒബ്ജക്റ്റും കൺസിഡറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഒബ്ജക്ട് പറഞ്ഞാൽ എന്താണ് അതിന്റെ മോട്ടീവ്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ സി ഇഫ് എ സെൽ സംതിങ് ടു ബി, ഇൻ റിട്ടേൺ ബി എന്താണ് ആൾ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് എ കൺസിഡറേഷൻ അല്ലെ? ക്യാഷ് ആവാം, എക്സ്ചേഞ്ച് ആവാം, അത് ഏത് രീതിയിലും ആവാം. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും ഒരിക്കലും അൺലോഫുൾ ആവരുത്. അപ്പൊ അൺലോഫുൾ ആവുമ്പോഴാണ് ഈ പറയുന്ന ഇല്ലീഗൽ എഗ്രിമെന്റ് ആയിട്ട് മാറുന്നത്. ഇല്ലീഗൽ എഗ്രിമെന്റ് ഓൾവേസ് വോയിഡ് ആയിരിക്കും. ഓക്കെ, ഇല്ലീഗൽ എഗ്രിമെന്റ് എപ്പോഴും വോയിഡ് ആയിരിക്കും. എപ്പോഴാണ് അത് ഇല്ലീഗൽ ആവുന്നത്? വെൻ ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, ഡിഫീറ്റ്സ് ലോ, അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആണെങ്കിൽ, ഒക്കെ ആർക്കെങ്കിലും ഹാം കോസ് ചെയ്യുന്നതാണെങ്കിൽ, ഇമ്മോറൽ ആണെങ്കിൽ, അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ആവുന്നെങ്കിൽ, ഇതൊക്കെ ആണെങ്കിൽ അത് എപ്പോഴും ഒരു ഇല്ലീഗൽ എഗ്രിമെന്റ് ആവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ എയും ബിയും തമ്മിലൊരു എഗ്രിമെന്റിലെത്തി. എ പേസ് ₹1 lakh to B to kill C. This is not a valid agreement അല്ല. This is an example for a illegal agreement. ഈ രീതിയിലുള്ള എന്താ പറയാ ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ ഒക്കെ നമ്മൾ അതിനൊക്കെ നമ്മൾ അതിന്റെ ഒബ്ജക്ട്, അതിന്റെ ലക്ഷ്യം ഒരു ഇല്ലീഗൽ ആണ് എങ്കിൽ, അൺലോഫുൾ ആണെങ്കിൽ that can be called as an illegal agreement. അത് ഫ്രോഡുലന്റ് ആവാം, അല്ലെങ്കിൽ വേറെ ആൾക്ക് ഹാം ആവുന്നാവാം, എന്തും ആവാം അതിൽ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് എൻഫോഴ്സിബിലിറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ് വിൽ ഡിസ്കസ് അബൌട്ട് ഓൺ ദ ബേസിസ് ഓഫ് ഫോർമേഷൻ ആൻഡ് one more thing is on the basis of formation, on the basis of performance. Okay, thank you.